പുരാതന ഇസ്രായേലിയർക്കെതിരായ തൻ്റെ വിജയത്തിൻ്റെ സ്മരണയ്ക്കായി ഒരു അരാമ്യ രാജാവ് വടക്കേ അറ്റത്തുള്ള ഇസ്രായേലിൽ സ്ഥാപിച്ച ഒരു കറുത്ത ബസാൾട്ട് സ്റ്റീലാണ് ടെൽദാൻ സ്റ്റീൽ. ടെൽദാൻ സ്റ്റീലിൻ്റെ ഏറ്റവും വലിയ ശകലം ഫ്രാഗ്മെൻ്റ് വടക്കൻ ഇസ്രായേലിലെ ടെൽദാനിൽ 1993 കണ്ടെത്തി. തുടർന്ന് 1994 ഫ്രാഗ്മെൻറ്റ് ബി എന്ന ലേബൽ ചെയ്തിരിക്കുന്ന രണ്ടാമത്തെ ശകലം കണ്ടെത്തി. നിർഭാഗ്യവശാൽ ടെൽദാൻ സ്റ്റീലിൻ്റെ തുടക്കം കിട്ടിയില്ല. അതിലായിരിക്കണം ഇത് ചെയ്യിപ്പിച്ച രാജാവിൻ്റെ പേര് ആലേഖനം ചെയ്തിരിക്കുന്നത്. AB ശകലങ്ങൾ ഒരുമിച്ച് വെച്ചാലും വളരെ ദൈർഘ്യമേറിയ ലിഖിതത്തിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. അരാമിക്കാണ് വിവരണത്തിൻ്റെ ഭാഷ. ഇതിൽ ഇസ്രായേലിൻ്റെയും യഹൂദയുടെയും മേൽ ആരാം രാജാവിൻ്റെ വിജയത്തെ വിവരിക്കുന്നു. ഇസ്രായേലിൽ നിന്ന് കണ്ടെടുത്ത ആദ്യത്തെ ചരിത്രപരമായ ലിഖിതമാണിത്. ലിഖിതത്തിൻ്റെ ചെറിയ ഭാഗങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. എന്നാൽ ദാവീദിൻ്റെ ഗൃഹം എന്ന വാചകം വ്യക്തമായി വായിക്കുവാനാകും. ആഹാബിൻ്റെ പുത്രനായ യോരാമും ലിഖിതത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ഇതാദ്യമായാണ് ദാവീദ് എന്ന പേര് ഒരു പുരാവസ്തു കണ്ടെത്തലിൽ പ്രത്യക്ഷപ്പെടുന്നത്. എന്തുകൊണ്ട് ഈ സ്റ്റീൽ പ്രാധാന്യം അർഹിക്കുന്നു? അതിന് കാരണങ്ങൾ ഇവയാണ്. ദാവീദ് ഒരു യഥാർത്ഥ ചരിത്രപുരുഷനായിരുന്നു എന്നത് സ്ഥാപിക്കുന്നു. അദ്ദേഹം അംഗീകൃത രാജവംശം സ്ഥാപിച്ചു. ഇസ്രായേലിൻ്റെ ശത്രുക്കൾക്ക് അദ്ദേഹത്തിൻ്റെ പേര് അറിയാമായിരുന്നു എന്നീ വസ്തുതകൾ ഇത് സ്ഥിരീകരിക്കുന്നു. മോബൈറ്റ് കല്ല് പോലെ ടെൽദാൻ സ്റ്റീലും ഒരു തരത്തിലുള്ള സൈനിക പ്രചാരണത്തിനായി ഉദ്ദേശിച്ചിട്ടുള്ള ഒരു സ്മാരകത്തിൻ്റെ മാതൃകയാണ്. എന്നിരുന്നാലും ബൈബിളിൻ്റെ ആധികാരികതയ്ക്ക് ശക്തി കൂട്ടുന്നതാണ് ഈ കണ്ടെത്തൽ.